നമസ്കാരം. ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ലോണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അത് തുടക്കത്തിൽ ആദ്യം ഒരു ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അത് കഴിയുമ്പോഴേക്കും തന്നെ കാലവർഷം വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മഴക്കാലത്തിൻ്റെ ഒരുപാടധികം അസുഖങ്ങളും കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, വയറിളക്കം, ഛർദി, അങ്ങനെയുള്ള ഒരുപാട് തരം അസുഖങ്ങൾ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഏറ്റവും അധികം സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ അപകടമാവാവുന്ന അസുഖങ്ങളിൽപ്പെട്ട ഒന്നാണ് മഞ്ഞപ്പിത്തം. മറ്റുള്ള അസുഖങ്ങളും അപകടമായിക്കൂടെന്നല്ല, പക്ഷെ എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതും ആയിട്ടുള്ളൊരു അസുഖങ്ങളിൽപ്പെട്ട ഒന്നാണ് മഞ്ഞപ്പിത്തം. അത് നമുക്ക് നല്ലൊരു പരിധിവരെ തടയാവുന്നതുമാണ്. അതുകൊണ്ടാണ് അപ്പോൾ ആ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഇപ്പോൾ മധ്യ കേരളത്തിലൊക്കെ ഒരുപാടധികം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നറിയാം. മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാരണങ്ങൾ കൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നുണ്ട്. അതിൽ ഈ മഴക്കാല രോഗങ്ങൾ എന്ന് പറഞ്ഞ രീതിയിൽ വരുന്ന മഞ്ഞപ്പിത്തം വരുന്നത് ഒരു വൈറസ് രോഗാണു കൊണ്ട് വരുന്നതാണ്. വൈറസ് വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ കൊണ്ട് ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തമാണ് ഈ മഴക്കാല രോഗങ്ങളിൽ പെടുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ലിവറിൽ, കരളിൽ വരുന്നൊരു നീർക്കെട്ട് കൊണ്ട്, ഒരു ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കൊണ്ടാണ് അതിനകത്തുള്ള കോശങ്ങൾ നശിച്ചു പോവുകയും ആ കരളിലെ കോശങ്ങൾ നശിക്കുന്നതുകൊണ്ട് അതിനകത്തുണ്ടാവുന്ന ബിലിറുബിൻ എന്ന് പറയുന്ന ഒരു കളറിങ് പിഗ്മെൻ്റ് ഉണ്ട്, കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റ് ഉണ്ട്. ആ പിഗ്മെൻ്റ് അമിതമായിട്ട് രക്തത്തിലേക്ക് കലരും. അപ്പോൾ ഈ ബിലിറുബിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വിഷാംശമുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ വിഷാംശം നീക്കി അത് മലത്തിലൂടെ പുറന്തള്ളപ്പെടുത്തുക എന്നുള്ളതാണ് കരളിൻ്റെ ശരിക്കും ജോലി. പക്ഷേ കരളിൽ ഈ നീർക്കെട്ടോ വീക്കം വരുമ്പോൾ, ഇൻഫ്ലമേഷൻ വരുമ്പോൾ ആ പ്രക്രിയ ശരിക്കും നടക്കാണ്ട് വരും. കരളിലെ കോശങ്ങൾ നശിച്ചു പോകുന്നു. അപ്പോൾ ഈ ബിലിറുബിനെ കോൺജുഗേറ്റ് ചെയ്യുക, അത് ഡീടോക്സിഫൈ ചെയ്യുക, അതിൻ്റെ വിഷാംശം നശിപ്പിച്ച് അതിനെ മലത്തിലൂടെ പുറന്തള്ളാൻ പറ്റാണ്ട് വരികയും ആ ബിലിറുബിൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അളവ് രക്തത്തിൽ ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് വേറെ ചില തെറ്റിദ്ധാരണകളുണ്ടാണ്. അതായത് മഞ്ഞ നിറം രക്തത്തിൽ കുറച്ച് കൂടി നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ ജന്മനാൽ മഞ്ഞ നിറം കുറച്ച് കൂടുതലായിട്ട്, ബിലിറുബിൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അളവ് 1 മില്ലിഗ്രാമോ അതിൽ താഴെയാണ് നോർമലായിട്ടുള്ളതെന്ന് പറയാറുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് ഒരു അസുഖമില്ല, ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 2, 2.1, 3 എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. പക്ഷെ അത് അദ്ദേഹത്തിന്, ഈ പറയുന്ന വ്യക്തിക്ക് ഒരു അസുഖവും ലക്ഷണങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെ മഞ്ഞപ്പിത്തമാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയങ്കര ഭീതി ഉണ്ടാക്കുന്നൊരവസ്ഥയാണ്. അത് മഞ്ഞപ്പിത്തമല്ല. അതെന്ന് പറയുന്നത് ഒരു ജന്മനാൽ തന്നെ ഈ ബിലിറുബിൻ എന്ന് പറയുന്ന സാധനത്തിനെ കഴുകിക്കളയാനോ നശിപ്പിച്ച് കളയാനോ ലിവറിലുള്ള പ്രക്രിയയ്ക്ക് ചില തടസ്സങ്ങൾ 4 വഴികളിലൂടെയാണ്. ആ 4 വഴിയിൽ ചിലപ്പോൾ ഒരു വഴി ഇല്ലാതിരിക്കാം. ഒരു വഴി അടയുകയോ അല്ലെങ്കിൽ ഒരു വഴി ജന്മനാ തന്നെ ഇല്ലാതിരിക്കുകയോ ചെയ്യുമ്പോൾ ബിലിറുബിൻ കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. സാധാരണയുള്ള ആൾക്കാരെക്കാളും കുറച്ച് കൂടുതലായിട്ട് നിൽക്കും. അത് കഞ്ചനൈറ്റൽ ഹൈപ്പർ ബിലിറുബിനീമിയ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ ആൾക്കാർക്ക് ലിവറിൻ്റെ ടെസ്റ്റുകൾ നോക്കിയാൽ നോർമലായിരിക്കാം. ബിലിറുബിൻ കുറച്ച് കൂടി നിൽക്കും, പക്ഷേ ലിവറിൻ്റെ ടെസ്റ്റുകൾ നോർമലായിരിക്കും. അപ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് മഴക്കാലങ്ങളിൽ വരുന്ന ഒരു സാംക്രമിക രോഗത്തിൽ പെടുന്നതാണ് വൈറസ് കൊണ്ടുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് 4 തരമുണ്ട്. 4 തരം വൈറസ്, 4 അല്ല, അതിൽ കൂടുതൽ തരങ്ങളിലുള്ള വൈറസ് കൊണ്ടുണ്ടാകുന്നുണ്ട്. അതിനെ പറയുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് A, B, C, D, E അങ്ങനെ 5 തരത്തിൽപ്പെടുന്ന വൈറസുകൾ കൊണ്ട് ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ്, മഞ്ഞപ്പിത്തമാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അതിൽ സാംക്രമികമായിട്ടും ഉള്ളതും എല്ലാം സാംക്രമികമാണ്, പകരാവുന്നതാണ്. അതിൽ മഴക്കാലത്തിൽ പടരുന്നത് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഹെപ്പറ്റൈറ്റിസ് A വിഭാഗത്തിൽപ്പെടുന്നത്. അതായത് ഹെപ്പറ്റൈറ്റിസ് A വൈറസ്, HAV, ഹെപ്പറ്റൈറ്റിസ് A വൈറസ് കൊണ്ടുണ്ടാകുന്നതിനാണ് ഈ മഴക്കാലത്ത് കൂടുതൽ പ്രാധാന്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഹെപ്പറ്റൈറ്റിസ് A വൈറസിനെ പറ്റിയിട്ടും അതുണ്ടാക്കുന്ന മഞ്ഞപ്പിത്തവും അതിൻ്റെ രോഗലക്ഷണങ്ങളും അതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്നുള്ളതും നമുക്കൊന്ന് സംസാരിക്കാം.